സോ കീം 2024 പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റുഡൻസും വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ചെന്നിട്ട് നിങ്ങളുടെ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മെനുവിൽ കാണാൻ പറ്റിയ പ്രൊവിഷണൽ അലോട്ട്മെന്റ് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. കൃത്യമായിട്ടൊരു കാര്യമാണ് ഞാൻ പറയാം. ജെനുവിൻ കംപ്ലയിൻസ് വിത്ത് റിഗാർഡ് ടു അലോട്ട്മെന്റ് ലിസ്റ്റ് ഇഫ് എനി ക്യാൻ ബി സബ്മിറ്റഡ് ടു ദ ഇമെയിൽ ceinfo.ce@kerala.gov.in സൈറ്റ്. ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾ നോക്കിയപ്പോൾ 8/8/2024 11 AM, അതായത് നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി നിങ്ങൾ കൊടുക്കണം. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ 8/8/2024 ആഫ്റ്റർ അഡ്രസ്സിംഗ് ദ കംപ്ലയിൻസ് ഇഫ് എനി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ മെയിലിലോട്ട് അയക്കുക. എന്തെങ്കിലും സംശയമോ, പല കുട്ടികളും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് റാങ്ക് എന്നെക്കാളും കുറഞ്ഞ റാങ്കായിരിക്കും അലോട്ട്മെന്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രൊവിഷണൽ അലോട്ട്മെന്റ് നോക്കി നിങ്ങളുടെ ഏത് കോളേജിലാണ് കിട്ടിയാൽ മനസ്സിലാക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല, അത് ജസ്റ്റ് ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ്. സോ ഫസ്റ്റ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് തന്നെയായിരിക്കും ചാൻസ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ്. ട്രയൽ പോലെയല്ല, ഇത് തന്നെയായിരിക്കും ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ സാധാരണ നമ്മൾ ജസ്റ്റ് കീം 2024 അടിച്ചിട്ട് കീം 24 അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ പോർട്ടൽ ഉണ്ടാവില്ല, കാൻഡിഡേറ്റ് പോർട്ടൽ, അവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ്. സോ കുറേ നിങ്ങൾക്ക് നിങ്ങളുടെ ജസ്റ്റ് മേലെ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. മേലെ പോയിട്ട് നിങ്ങൾ ഈ സെർച്ച് കൊടുത്താൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ റാങ്കും അതേപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ റാങ്ക് വെച്ച് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എവിടെ കിട്ടിയെന്നുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് പ്രൊഫൈലിൽ പോവുക, ലോഗിൻ ചെയ്യാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ പലരും വിചാരിക്കുന്നു കമൻസിന് റിപ്ലൈ തരുന്നില്ല. നിങ്ങളുടെ കമൻസ് നോക്കിയിട്ടാണ് അടുത്ത വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.